ഹായ് ഹലോ, നമ്മുടെ ചലഞ്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വളരെ സിമ്പിളായിട്ട് ടൂലിപ്സ് ഉണ്ടാക്കാൻ പഠിക്കാം. ഇതുപോലൊരു പേപ്പർ എടുക്കുക. ലെങ്ത്തും വിടുത്തും ഒക്കെ 5.5 എന്നൊരളവിൽ അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഇങ്ങനെ മടക്കി എടുക്കണം. നമുക്ക് 3 പെറ്റൽസ് ആണ് വേണ്ടത്. അപ്പോൾ 3 കിട്ടുന്ന രീതിക്ക് തന്നെ ഇങ്ങനെ മടക്കി എടുക്കുക. എനിക്കിവിടെ കുറച്ച് ഭാഗം ബാക്കി വന്നിട്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ മടക്കിയെടുത്ത പീസിന്റെ നടുവിൽ കൂടി ഒന്നുകൂടി ഒരു മടക്ക് കൊടുക്കുക. നമുക്ക് ഇതിൽ നിന്നൊരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. അതിനു വേണ്ടി അത് വരച്ചു കൊടുക്കുക. ഇങ്ങനെ മടക്കി ഇതിലേക്ക് ഹാർട്ട് ഷേപ്പ് ഹാഫ് മാത്രം വരച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വരയ്ക്കാനും എളുപ്പമാണ്. അതുപോലെ ഹാർട്ട് ഷേപ്പിന്റെ 2 സൈഡും ഈക്വൽ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇതിനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇത് ഈ ഒരു ഭാഗത്തേക്ക് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ, തല തിരിഞ്ഞു പോവരുത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫെവിക്കോൾ ആണ്. നമ്മൾ പേപ്പർ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യാതെ നോക്കുക, അങ്ങനെയാണ് പേപ്പർ വൃത്തികേടായി പോകും. ഇതുപോലെ 2 സൈഡിലേക്ക് നമ്മളെ പെറ്റൽസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്ലവർ ഇവിടെ റെഡി. ഇനി ഇതിനൊരു സ്റ്റെം വേണം. അതിനൊരു ഗ്രീൻ A4 ഷീറ്റ് എടുക്കുക. ഒരു ഏകദേശം അളവിൽ കട്ട് ചെയ്തെടുത്ത് നമുക്ക് സ്റ്റെമ്മിന്റെ ആ ഒരു രൂപത്തിലേക്ക് എന്ത് ചെയ്യാം, മടക്കിയെടുക്കുക. ഒരു ഈർക്കിൾ വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ഫ്ലവറിനെ ഇതിലേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് എന്ത് വേണം, ഒരു ഇല കൂടി വേണം. അപ്പോൾ ഈ ഒരു സ്കെയിലിൻ്റെ ഒരു വീതിക്ക് മാത്രമാണ് ഞാനൊരു ഗ്രീൻ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ മടക്കിയെടുക്കുക. എന്നിട്ടൊരു ലീഫിൻ്റെ ഷേപ്പിലേക്ക് കട്ട് ചെയ്യാം. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലീഫ് കൂടി നമ്മുടെ ഫ്ലവറിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ മെത്തേഡാണ്. ഇങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചലഞ്ചിൽ പങ്കെടുക്കുന്നവർ ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.